വീണ്ടും ശബരിമലയിലേക്ക് പോവുകയാണ്. നേരത്തെ നെയ്യ് ക്രമക്കേടിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ അകത്തുള്ള PS പ്രശാന്തിനെ കൂടുതൽ കുരുക്കാകുന്ന ഒരു വാർത്തയായി മാറുന്നു. ശബരിമല മിൽമ നെയ്യ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർക്കും. ബോർഡ് അംഗമായിരുന്ന അജികുമാറും കേസിൽ പ്രതിയാകും. വിജിലൻസ് ഇന്ന് FIR രജിസ്റ്റർ ചെയ്യും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇരുവരും നിലവിൽ തടവിലാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, PS പ്രശാന്ത് അല്ലെങ്കിൽ തന്നെ അകത്താണ്. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി പൂട്ടി വരുന്നു. അതായത് ഇങ്ങനെ വന്നു ചേരുന്ന വാർത്തകളൊക്കെയും PS പ്രശാന്തിന്റെ അഴിയാക്കുരുക്കിലൊക്കെ വിരൽ ചൂണ്ടുന്നത്. കൃഷ്ണരാജ രാഖി, ശബരിമല നെയ് ക്രമക്കേട് അത് വലിയ തട്ടിപ്പ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. SITയുടെ അന്വേഷണമടക്കം നീങ്ങുന്നത് ആ വഴിക്കാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വരുന്ന വിവരമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് കഴിഞ്ഞ ടേമിലെ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നു. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അജികുമാർ മുൻ ബോർഡ് അംഗം, അതോടൊപ്പം തന്നെ അന്തരിച്ച മുരാരി ബാബു തുടങ്ങിയവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കൂടി SITക്ക് ലഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ PS പ്രശാന്തിനെയും അജികുമാറിനെയും കേന്ദ്രീകരിച്ചുകൂടി പ്രതിപട്ടികയിൽ ചേർത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ സന്നിധാനത്ത് ഈ മിൽമ വിതരണം ചെയ്ത നെയ്യ് പൂർണ്ണമായും എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയം നിൽക്കുന്നു. 1,61,535 ലിറ്റർ നെയ്യാണ് മിൽമ ശബരിമലയിലേക്ക് എത്തിച്ചത്. ഈ എത്തിച്ച നെയ്യ് അത്രയും അവിടേക്ക് ശബരിമലയിൽ എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ആരായുന്നത്. അതായത് അതിൽ മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ ഒരു കുങ്കുമരാജ് ഡയറി, ആ ഡയറിയിൽ നിന്നും ലിറ്ററിന് 369 രൂപ നിരക്കിൽ ഗുണനിലവാരമുള്ള നെയ്യ് ശബരിമലയിലേക്ക് നൽകാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ വെട്ടിക്കൊണ്ട് 510 ലിറ്റർ, ആ ഒരു കരാർ അല്ലെങ്കിൽ ആ കമ്പനിയെ വെട്ടി 510 രൂപയ്ക്ക്, ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയ്ക്ക് കരാർ നൽകാനുള്ള നീക്കങ്ങൾ നടത്തിയത് PS പ്രശാന്താണ്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പടക്കം മറികടന്നുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം പ്രശാന്ത് നടത്തിയതെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള നെയ്യ് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ കമ്പനിയെ തന്നെ മാറ്റിക്കൊണ്ട് മിൽമയ്ക്ക് കരാർ നൽകിയിരിക്കുന്നു. അതും കൂടിയ വിലയിൽ, അതിൽ നിന്നും മറ്റ് തമിഴ്നാട്ടിലെ കമ്പനി പറഞ്ഞതിൽ നിന്നും കൂടിയ വിലയിലാണ് ഇത്തരത്തിൽ മിൽമയ്ക്ക് കരാർ നൽകുന്നത്. അതിലടക്കം അതിന് നേതൃത്വം നൽകിയതും ആ കരാർ ഒപ്പിടാനുള്ള നീക്കങ്ങൾ നടത്തിയതെല്ലാം ഈ PS പ്രശാന്ത് ആയിരുന്നു. PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. എന്തായാലും ഇതടക്കം അന്വേഷിക്കുക എന്നതാണ് ഈ SIT തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് FIR അടക്കം ഇട്ടുകൊണ്ട് നടപടിയിലേക്ക് കടക്കാനുള്ളൊരു നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പിറകെ ഒന്നായി കുരുക്കുകൾ മുറുകുന്നൊരു സാഹചര്യമുണ്ട്. തുടക്കത്തിൽ നമുക്കറിയാം ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ, ആ സ്വർണ്ണക്കവർച്ച പുറത്തു വന്ന സമയത്തെല്ലാം PS പ്രശാന്തിൻ്റെ പ്രതികരണം തേടുമ്പോൾ PS പ്രശാന്ത് തൻ്റെ കൈ ശുദ്ധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരവധി തവണ വന്നതാണ്. എന്നാൽ തുടർന്ന് പിന്നീട് അങ്ങോട്ട് സ്വർണ്ണക്കവർച്ചയിലടക്കം PS പ്രശാന്തിൻ്റെ പങ്ക് വ്യക്തമാകുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഏറ്റവും ഒടുവിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ അടുത്ത വിവരം എന്ന് പറയുന്നത് ശബരിമലയിൽ തന്നെ വീണ്ടും നെയ്ക്രമക്കേടിലും PS പ്രശാന്തിൻ്റെ പങ്ക് ഉണ്ടായിരുന്നു. PS പ്രശാന്ത് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് നെയ്യ് അനുവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. കുറഞ്ഞ രൂപയ്ക്ക് കമ്പനി തമിഴ്നാട്ടിലെ ഒരു ഡയറി ശബരിമലയിലേക്ക് നെയ്യ് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ കമ്പനിയെ വെട്ടിക്കൊണ്ട്, ഗുണനിലവാരമുള്ള നെയ്യ് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ കമ്പനിയെ വെട്ടിക്കൊണ്ട് മറ്റൊരു, അതായത് മിൽമയ്ക്ക് കരാർ അനുവദിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ നടത്തി. ഇതെല്ലാം അഴിമതിക്ക് വഴിവെച്ചു, ക്രമക്കേട് വഴിവെച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള SIT പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇനി തുടർന്ന് അങ്ങോട്ടുണ്ടാകും. വലിയ വലിയ ഉന്നതർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശബരിമലയെ ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്നത്, ഈ ഇടതു ഭരണകാലത്ത് അഴിമതിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റി ശബരിമലയെ മുച്ചൂട് മുടിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇടത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നതിന്റെ കൂടി തെളിവുകൾ കൂടിയാണ് ശബരിമല മിൽമ നെയ് ക്രമക്കേടിൽ PS പ്രശാന്തിന് കൂടി കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണിപ്പോൾ. PS പ്രശാന്തിനെ കൂടി പ്രതിയാക്കും എന്നുള്ള വാർത്തയാണ്